നമസ്കാരം പ്രിയമുള്ളവരെ. തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഏറ്റവും ദുർബലമായ ജില്ലയാണ് തിരുവനന്തപുരം. മാത്രമല്ല 2006 മണ്ഡല പുനഃസംഘടനയെ തുടർന്ന് കോൺഗ്രസിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി എന്ന് പറയാം. കാരണം മിക്ക മണ്ഡലങ്ങളും അവിടെ LDF വിജയിക്കുന്ന രീതിയിൽ വെട്ടിമാറ്റപ്പെട്ടു, അല്ലെങ്കിൽ അത് പുനഃക്രമീകരിക്കപ്പെട്ടു. കോൺഗ്രസ് നേതാക്കന്മാരായ MA വാഹിദ് നിരന്തരം വിജയിച്ചിരുന്ന കഴക്കൂട്ടം, അതുപോലെ കോൺഗ്രസും CPM-ഉം മാറി മാറി വിജയിച്ചിരുന്ന ആറ്റിങ്ങൽ വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്ന സമുന്നതനായ കോൺഗ്രസ് നേതാവിന്റെ മണ്ഡലമൊക്കെ CPM വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന രീതിയിൽ അതിന്റെ മണ്ഡലം പുനർനിർണയം അല്ലെങ്കിൽ അതിർത്തി നിർണയം ഒക്കെ നടത്തപ്പെട്ടു. അത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. അതുപോലെ CPM-ന് അവിടെ ജനകീയരായ ഒരുപാട് MLA-മാർ 2020 ഇലക്ഷനെ തുടർന്നുണ്ടായി. വർക്കലയുള്ള ജോയി ആയാലും, അതുപോലെ അരുവിക്കര സ്റ്റീഫൻ, ഹരീന്ദ്രനാഥ് മുതലായ എല്ലാ MLA-മാരും CPM-നെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ജനകീയരായിരുന്നു. അത് കോൺഗ്രസിന്റെ സാധ്യതകളെ 2026 കോൺഗ്രസിന്റെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കും എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുകൂടി ചിത്രങ്ങൾ ആകെ മാറുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ UDF നിയോഗിച്ച ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. മിക്കപ്പോഴും ഇടത് കോട്ടകളെയൊക്കെ പിടിച്ചുലച്ച് വിജയിച്ചു വരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം മുൻനിർത്തി നമ്മൾ 2026 നിയമസഭാ ഇലക്ഷൻ തിരുവനന്തപുരം ജില്ലയിലെ അവലോകനം ചെയ്യുമ്പോൾ കോൺഗ്രസിന് സാധ്യതകൾ ഉണ്ട് എന്ന ഒരു വലിയ വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അകത്താണ് ഒരു BJP CPM അല്ലെങ്കിൽ BJP LDF UDF മത്സരം ഉണ്ടായിരുന്നത് എന്ന് പറയാം. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വരുന്ന നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലാണ് BJPക്ക് നേട്ടമുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത് അവിടെ LDF-ഉം UDF-ഉം തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റാണ് നടന്നിട്ടുള്ളത്. BJPക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ചില പഞ്ചായത്തുകൾ പിടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മറിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു ജില്ലാ പഞ്ചായത്ത് പോലും BJPക്ക് നേടുവാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ആകെ BJPക്ക് നേടുവാൻ കഴിഞ്ഞത് കാസർഗോഡ് നിന്നുള്ള ഒരു ജില്ലാ പഞ്ചായത്താണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മൊത്തം രാഷ്ട്രീയ ചിത്രം നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ UDF-ന് പ്രതീക്ഷകൾ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് യുവനിരയെ ഇറക്കി ഈ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചതുപോലെ ഒരു യുവനിരയെ ഇറക്കി പരീക്ഷിച്ചാൽ കുറച്ചു മണ്ഡലങ്ങൾ UDF-ന്റെ ലിസ്റ്റിലേക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിശകലനം പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റിലൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ യുവ നേതൃനിര വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ജില്ലാ പഞ്ചായത്തുകളുടെ ഒന്ന് കണ്ണോടിച്ചാൽ മണമ്പൂർ ജില്ലാ പഞ്ചായത്ത് LDF വലിയ ഭൂരിപക്ഷത്തിലൂടെ വിജയിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. അവിടെ UDF-ന്റെ NSU-ന്റെ നാഷണൽ കോർഡിനേറ്ററൊക്കെ ആയിരുന്ന നബീൽ കല്ലമ്പല 2000 വോട്ടുകൾക്കാണ് വിജയിച്ചത്. പൂവച്ചലിൽ ഗോപു നയ്യാർ KSU-ന്റെ ജില്ലാ പ്രസിഡന്റ് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ മുട്ടപ്പലത്ത് സജിത് മുട്ടപ്പലം. അങ്ങനെ ഓരോ ഡിവിഷനിൽ എടുത്തു നോക്കിയാലും യുവാക്കളുടെ വലിയ ഒരു വിജയ തേരോട്ടം UDF-നെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട് എന്നത് വളരെ വസ്തുനിഷ്ഠമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല മുട്ടടയിൽ വിജയിച്ച വൈഷ്ണ സുരേഷ്, അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കിയാലും യുവാക്കൾ കോൺഗ്രസിന്റെ പ്രാതിനിധ്യത്തിൽ മത്സരിച്ചിട്ടുള്ളിടത്ത് വിജയിച്ചിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. അത് കോൺഗ്രസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷിക്കുവാനുള്ള സാധ്യതകൾ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മാധ്യമങ്ങളിൽ. പ്രത്യേകിച്ചും അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് വൈഷ്ണ സുരേഷ് നേമത്ത് നിന്ന് മത്സരിക്കും എന്ന ഒരു വിലയിരുത്തുകൾ പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. വൈഷ്ണ സുരേഷ് നിന്നാൽ ഒരുപക്ഷെ നേമമണ്ഡലം, കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ നിന്നിട്ട് പോലും 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട നേമമണ്ഡലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും എന്ന ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. പ്രത്യേകിച്ചും വൈഷ്ണ സുരേഷിന്റെ വളരെ നിഷ്കളങ്കമായ പെരുമാറ്റം, ജനങ്ങളോടുള്ള ഇടപെടലുകൾ, മുതിർന്നവരോടുള്ള ബഹുമാനം ഒക്കെ ഈ മുട്ടട ഇലക്ഷനിൽ അവർക്ക് ഒരു മുൻകൈ നേടുന്നതിന് പ്രചോദനമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നേമത്തും വർക്കാകും എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. നേരത്തെ നേമം ഷജീറിന്റെ പേരായിരുന്നു അവിടെ നേമത്ത് പരിഗണിക്കപ്പെട്ടിരുന്നത്. പക്ഷെ നേമത്ത് സാമുദായികമായ ഒരു ഘടകം അത് നേമം ഷജീറിന് അനുകൂലമാകില്ല. കാരണം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മുസ്ലിം സമുദായം അവിടെ വളരെ വലിയ ഒരു വോട്ട് ബാങ്ക് അല്ല. മാത്രമല്ല അവിടെ BJP ആണ് വിജയസാധ്യതയുള്ള ഒരു പാർട്ടി. അപ്പോൾ വോട്ടുകളൊക്കെ സാമുദായിക അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ടും അദ്ദേഹം ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിൽ ഇലക്ഷനിൽ പരാജയപ്പെട്ടതുകൊണ്ടും അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ പിന്നിലേക്ക് പോവുകയാണ്. മാത്രമല്ല മുട്ടടയിൽ നിന്ന് വിജയിച്ച വൈഷ്ണ സുരേഷ് ആയിരിക്കും പക്ഷേ നേമത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുക എന്ന വലിയ നിഗമനം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. മറ്റൊന്ന് വർക്കലയിൽ
അവിടെ ഒരുപക്ഷെ നബീൽ കല്ലമ്പലം എന്ന് പറയുന്ന NSUവിൻ്റെ മുൻ നാഷണൽ കോർഡിനേറ്റർ ഇപ്പോൾ മണമ്പൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച അയാളുടെ പേരും പറഞ്ഞു കേൾക്കുന്നു എന്നത് വാസ്തവമാണ്. പ്രത്യേകിച്ചും അദ്ദേഹം വർക്കല നിയോജകമണ്ഡലത്തിൽ പെടുന്ന ചില ഡിവിഷനിൽ കൂടി അയാൾ വിജയിച്ച ഈ മണമ്പൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഉണ്ട് എന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് മുന്നോട്ട് വരുവാൻ സഹായകമായിട്ടുള്ളത്. ജോയ് എന്ന് പറയുന്ന ജനകീയനായ MLA-ക്കെതിരെ കൂടുതൽ ശക്തനായ സ്ഥാനാർത്ഥി ഇപ്പോൾ നബീൽ കല്ലമ്പലമാണ് എന്ന പ്രാദേശിക തലങ്ങളിൽ നിന്ന് കോൺഗ്രസിനകത്ത് നിന്ന് ശബ്ദമുയരുന്നതും ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധ്യതകളെ വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തായാലും കോൺഗ്രസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ യുവമുഖങ്ങളെ പരീക്ഷിക്കും എന്നു തന്നെയാണ് നിലപാടുകളിൽ നിന്നും നേതാക്കന്മാരുമായിട്ടുള്ള സംസാരത്തിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടുവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.